ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നവാസ് ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് 2-3 ദിവസമായിട്ട് ഇങ്ങനെ വാട്സാപ്പിലും മൊത്തത്തിൽ കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് മോഹിനിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങൾ. നിങ്ങൾ കേട്ടിരിക്കും. ഒരു സ്ത്രീ മറ്റൊരു പുരുഷനെ വംശീയപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു രംഗം. അതിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളും അവളെ അപമാനിച്ചിട്ടും അവളെ അപമാനിക്കുന്ന രീതിയിൽ അവരെപ്പറ്റി സംസാരിച്ചിട്ടും അവളെ കുറേ ആൾ കളിയാക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയെല്ലാമായിട്ട് കുറേ ട്രോളുകളൊക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം, ഇത് നടക്കുന്ന സമയത്ത് തന്നെ ഇസ്ലാമിൽ വംശീയ നിലപാടുകളെക്കുറിച്ചും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ വന്നിട്ടുണ്ടായി. അതിൽ മെയിനായിട്ടുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും നബിയുടെയും ഇടപെടലുകളുടെയൊക്കെ ഒരു ഹിസ്റ്ററി നമ്മൾ കേൾക്കാനിടയായി. കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് ചെറിയൊരു ഡോക്യുമെൻ്ററി പോലെ നിങ്ങളിലെത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആരാണ് ബിലാലും ഇസ്ലാമും തമ്മിലുള്ള ഒരു ബന്ധമെന്ത്, എത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു നബിയുമായിട്ട് ബിലാലിന് എന്നൊക്കെയുള്ള ചില വസ്തുതകൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ അതിനെപ്പറ്റി കേൾക്കാം. ബിലാൽ, വളരെ സുന്ദരനായ കറുത്ത വംശജൻ ബിലാലിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. മക്കയിലായിരുന്നു ബിലാലിൻ്റെ ജനനം. ആദ്യത്തെ മുഹസ്സിൻ മുഹമ്മദ് നബിയാണ് അവരെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. അബിസീനിയൻ അടിമയായിരുന്നു ബിലാൽ. 60-ാമത്തെ വയസ്സിലായിരുന്നു അന്ത്യം. ഏറ്റവും വിശ്വസ്തനായ, മറ്റുള്ളവർക്ക് മാതൃകയായ ബിലാൽ. ആരാണ് ബിലാൽ, എന്താണ് ബിലാൽ എന്നൊരു ചെറിയൊരു സൂചന മാത്രം. ആരുമറിയാതെയാണ് അയാൾ അങ്ങോട്ട് കയറി ചെന്നത്. ഒട്ടകങ്ങൾക്കൊപ്പം ജീവിച്ച് അവയുടെ കൂട്ടിൽ കിടന്നുറങ്ങി ദുർഗന്ധം വമിക്കുന്ന ഈ കാപ്പിരിയെ തിരുനബി സ്വീകരിക്കുമോ എന്ന ആദിയായിരുന്നു. എന്നാൽ ധാരണ തകിടം മറിഞ്ഞു. ദൂതർ എഴുന്നേറ്റ് വന്ന് കൈപിടിച്ചു. ഉമയ്യയുടെ ചാട്ടവാറേറ്റ് കരിവാളിച്ച മുഖം ആ കൈകൾ കൊണ്ട് തടവി. ജീവിതത്തിൽ ആദ്യമായാണ് ആ മുഖം ഒരാൾ തടവുന്നത്. ചുടുമണലിൽ കിടന്ന് പച്ചമാംസം വെന്തുരുകിയപ്പോൾ നനഞ്ഞിട്ടില്ലാത്ത ആ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകി. സ്വന്തം നെഞ്ചിലേക്ക് ആ കറുത്തവനെ ചേർത്തുവെച്ച് തിരുകരങ്ങൾ കൊണ്ട് പുറത്തുമെല്ലെ തട്ടി ദൂതർ അടക്കം പറഞ്ഞു, കരയരുത്, കരയരുത്. അല്ലാഹു അല്ലാതെ ആരാധ്യനേയില്ല. അങ്ങ് അവൻ്റെ ദൂതൻ തന്നെ, ഞാൻ സാക്ഷി. ബിലാൽ മനസ്സറിഞ്ഞ് മൊഴിഞ്ഞു. അബ്സീനിയൻ നിന്ന് ഉമയ്യത്ത് ബിന് ഖലഫിന് കിട്ടിയ അടിമപ്പെണ്ണിന് റബാഹിൽ പിറന്ന മകനാണ് ബിലാൽ. പിൽക്കാലത്ത് റസൂലിന്റെ ബാങ്ക് വിളിക്കാരനായി തീർന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ഖുറൈശി മുഖ്യൻ ഉമയ്യയുടെ ഒട്ടകങ്ങൾക്കൊപ്പം മരുഭൂമിയിൽ ജീവിതം. കൂലി, വിശപ്പടക്കാൻ തികയാത്തത്ര ഈത്തപ്പഴം മാത്രം. അടിമജീവിതവും മരുഭൂവാസവും തീർത്ത ഒറ്റപ്പെടലിൽ മോചനത്തിന്റെ വെളിച്ചം തേടവെയാണ് തിരുനബിയെക്കുറിച്ച് ബിലാൽ കേൾക്കുന്നത്. അതും ഉമയ്യയുടെ നാവിൽ നിന്ന്. പിന്നെ കാത്തിരുന്നില്ല. ഖബ്ബാബിന്റെയും അമ്മാറിന്റെയും പിറകെ ബിലാലുമെത്തി തിരുനബിയെ കാണാൻ. ഉമയ്യക്കത് അപമാനമായി. കൂട്ടുകാരെ പ്രീതിപ്പെടുത്താൻ ബിലാലിനെ അയാൾ പരീക്ഷണ വസ്തുവാക്കി. വെയിലേറ്റു പഴുത്ത മരുഭൂമിയുടെ മാറിൽ തന്റെ ഇടയനെ മലർത്തിക്കിടത്തി അയാൾ ആക്രോശിച്ചു, തന്റെ ദൈവങ്ങളെ പുകഴ്ത്തണമെന്ന്. പക്ഷേ ബിലാൽ വാഴ്ത്തിയത് ഏകദൈവത്തെ. അഹദ്, അഹദ്. മുഖത്തടിയേറ്റ പോലെയായി ഉമയ്യക്ക്. കഴുത്തിൽ കയറിട്ട് കുട്ടികൾക്ക് കളിവസ്തുവാക്കി അയാൾ ബിലാലിനെ നൽകി. മർദ്ദനമുറകൾ മാറിയപ്പോഴും ബിലാലിന്റെ മന്ത്രം മാറിയില്ല. ലാത്തയെ പുകഴ്ത്തിയാൽ വെറുതെ വിടാമെന്നായി ഉമയ്യ. ബിലാൽ വിസമ്മതിച്ചു. പിന്നെ ഉമയ്യ മൃഗമാവുകയായിരുന്നു. ഒടുവിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിലക്ക് വാങ്ങി ബിലാലിനെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. ഹിജ്റ പോയ ബിലാൽ മക്കയിൽ നബിയുടെ പള്ളിയിൽ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇണയെയും കണ്ടെത്തി നൽകി. 2-ാം വർഷം ബദർ യുദ്ധം വന്നു. അതിൽ ശത്രുപക്ഷത്ത് ഉമയ്യത്ത് ബിന് ഖലഫും ഉണ്ടായിരുന്നു. യുദ്ധാന്ത്യത്തിൽ മരണഭീതിയോടെ അഭയം തേടിയെത്തിയ ഉമയ്യയും മകനെയും ബിലാലും കൂട്ടരും തന്നെ വകവരുത്തി, ദൈവവിധിയെന്നോണം. പിന്നീടുണ്ടായ എല്ലാ യുദ്ധങ്ങളിലും നബിയുടെ നിഴലായി ബിലാലും ഉണ്ടായിരുന്നു. ആയിടക്കാണ് നമസ്കാര സമയം വിശ്വാസികളെ അറിയിക്കാൻ ബാങ്ക് വിളി നിയമമാക്കപ്പെട്ടത്. അപ്പോൾ ചോദ്യമേർന്നു, ആരാദ്യം ബാങ്ക് വിളിക്കും? തിരുനബിക്ക് പക്ഷേ സംശയമില്ലായിരുന്നു. എവിടെ പ്രിയ ബിലാൽ? അദ്ദേഹം ബാങ്ക് വിളിക്കട്ടെ. മദീന പള്ളിയിൽ നിന്ന് ആദ്യമായി ബിലാലിന്റെ നാദവിസ്മയമുണർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മക്ക വിജയദിനം. പുണ്യ കഅബയെ കഴുകിത്തുടച്ചെടുത്ത തിരുനബി ചോദിച്ചു,
എവിടെ എൻ്റെ ബിലാൽ? വിശ്വാസികളുടെ സാഗരത്തിൽ അലയുയർത്തി എത്യോപ്യൻ അടിമപ്പെണ്ണിന് പിറന്ന റബാഹിൻ്റെ പുത്രൻ വന്നു. ബിലാൽ മുഴങ്ങട്ടെ ബാങ്കുലി, പുളകമണിയട്ടെ വിശുദ്ധ കാബ, ദിവ്യഗേഹത്തിൻ്റെ മുകളിൽ കയറി മക്ക മണലാരണ്യത്തെ പുകളം കൊള്ളിച്ചു. ബിലാൽ ദിവ്യ മഹത്വം വാഴ്ത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യയാത്രയായി. ദൂതരില്ലാത്ത മദീന ബിലാലിന് സഹിക്കാനായില്ല. ഖലീഫയുടെ അനുമതിയോടെ ഖലീഫ അബൂബക്കറാണെന്നും ഉമറാണെന്നും അഭിപ്രായമുണ്ട്. അദ്ദേഹം സിറിയയിലേക്ക് പോയി. 6 വർഷങ്ങൾക്ക് ശേഷം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദിസ് കാണാൻ ഫലസ്തീനിലെത്തി. ഖലീഫയെ കാണാൻ ബിലാലും എത്തിയിരുന്നു. ഖലീഫ വിശുദ്ധ ഗേഹത്തിൽ പ്രവേശിച്ചു. അപ്പോഴേക്കും നമസ്കാര സമയമായി. ഉമറിന്റെ കണ്ണുകൾ ബിലാലിനെ പരതി. ബിലാൽ, ബാങ്ക് വിളിക്കുക. അമീറുൽ മുഅ്മിനീൻ, കഴിയില്ലെനിക്ക്. മടിച്ചു നിന്ന ബിലാലിനോട് ഖലീഫ ഒന്നുകൂടി പറഞ്ഞു, തിരുനബിയുടെ കാലത്തേക്ക് ഞങ്ങളൊന്ന് കൊണ്ടുപോകൂ ബിലാലെ. ഖലീഫയുടെ ആഗ്രഹം വീണ്ടും നിരസിക്കാനായില്ല അദ്ദേഹത്തിന്. മദീനയുടെയും മക്കയുടെയും വാനങ്ങളിൽ അലകളായി ഉയർന്ന ആ എത്യോപ്യൻ ശബ്ദവീചികളിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മിനാരങ്ങളിൽ നിന്നുകൂടി ഒഴുകിയിറങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബാങ്കുലി നിലയ്ക്കുമ്പോൾ തിരുനബിയെക്കുറിച്ചുള്ള ഓർമ്മയാൽ ഖലീഫയുൾപ്പെടെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ബിലാലിനെ പറ്റി നമുക്കറിയേണ്ടതുണ്ട്. നെക്സ്റ്റ് എപ്പിസോഡിൽ ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.